വിഷ്വലി നല്ല അപ്പീലിംഗ് ആയിട്ടുള്ള ഒന്നായിരുന്നു കങ്കുയുടെ ട്രെയിലർ. കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ ഈ സിനിമയെ പറ്റി എനിക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ട്. കാരണം ഈ സിനിമ ഇതിൻ്റെ നമ്മൾ ഈ കാണുന്ന സാധനമൊക്കെ ഒരു 20% ഉള്ളൂ എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ട്രെയിലർ കാണുമ്പോൾ ഇതൊരു ഫുൾ ഫ്ലെഡ്ജഡ് മൂവി ഇങ്ങനെ തന്നെയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ നല്ലത്. ഇനി മറ്റേ പോർഷൻ മോശമൊന്നുമല്ല. ഇങ്ങനെ വരുന്ന സിനിമകളിലൊക്കെ ബാക്കിയുള്ള പോർഷനാണ് അലമ്പാവാറ്. ഇതിനു മുമ്പ് നമ്മുടെ ഹിസ്റ്ററി അനുസരിച്ചാൽ പ്രത്യേകിച്ച് തമിഴ് സിനിമയുടെ ഹിസ്റ്ററി കണ്ടാൽ നമുക്ക് തന്നെ ഓൾറെഡി അറിയാം. ആൻഡ് ഈ സിനിമ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒറ്റ മൂവി എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോൾ അതൊരു 2 പാട്ടാക്കാൻ പോകുന്നൊക്കെ കേട്ടു. ആൻഡ് അതൊക്കെ പിന്നീട് തുന്നി കയറ്റി വെച്ചതാണെങ്കിൽ ഒരു പക്ഷേ ബ്ലെൻഡ് ആവാത്ത പോലെയൊക്കെ തോന്നും. പ്രത്യേകിച്ച് അവസാനത്തെ പോർഷനിൽ കാണിക്കുന്ന ആ ഒരു സീക്വൻസൊക്കെ അതാരാണെന്നൊക്കെ ഓൾറെഡി നമുക്ക് ഒട്ടുമിക്ക എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. സോ അത് വലിയ സർപ്രൈസ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് കാർത്തി തന്നെയാണ്. അത് വലിയ സ്പോയിലറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് ഈ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വിക്രം 2 വിക്രം 3 വരുന്നതിന് മുമ്പ് ഓൾറെഡി ഇവർ രണ്ടുപേരും ഫേസ് ഓഫ് ചെയ്യാൻ പോകുന്ന മൂവിയാണെന്നൊക്കെ. സോ അത് പക്ഷേ അവസാന പോർഷനിൽ അല്ലെങ്കിൽ അവസാന ടൈമിൽ സ്റ്റിച്ച് ചെയ്ത പോലെയൊക്കെയാണ് ട്രെയിലറിൽ കണ്ടപ്പോൾ തോന്നിയത്. കാരണം ആ 2 സീക്വൻസുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലുള്ള സാധനമൊക്കെ. പക്ഷെ അതെന്തോ ആവട്ടെ. പക്ഷേ വിഷ്വലി ഇത് കാണാൻ നല്ല മെനക്കെട്ടിട്ടുണ്ട്, പണിയെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആൻഡ് ഇതിൽ VFXും ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേകിച്ച് ആർട്ടൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതെല്ലാം പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ടെങ്കിലും നല്ലൊരു പ്രോപ്പർ ബാക്ക് ബോണുള്ള സ്റ്റോറി ലൈനും എൻഗേജിങ് ആയിട്ടുള്ള പോകുന്ന ഒരു കഥയില്ലെങ്കിൽ ഈ സിനിമ എങ്ങനെ പോകുമെന്ന് നമുക്കറിയാം. എനിക്കൊരു 7ാം അറിവിൻ്റെ ടച്ചാണ് അവിടെയൊക്കെ കിട്ടുന്നത്. കാരണം അതിലെ ആദ്യത്തെ ആ ഒരു 20 മിനിറ്റ് ദാറ്റ് വാസ് ഫാൻറ്റാസ്റ്റിക്. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയത് ആ മോഡിലുള്ള സാധനമല്ല. സോ അതിൻ്റെ അതേ ആ ഒരു ലെഗസി റിപ്പീറ്റ് ചെയ്യാതെ ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ഇതൊരു പക്ക മാസ് കൊമേഴ്ഷ്യൽ എൻ്റർടൈനറാണ്. സോ ഇതിൽ ഒരുപാട് അങ്ങനത്തെ ലോജിക്ക്, അങ്ങനത്തെ മിസ്റ്റേക്കുകളും അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. പക്ഷേ ഒരു പക്ക ഫാൻ ഫെസ്റ്റ് എന്ന രീതിയിൽ ഈ സിനിമ അപ്രോച്ച് ചെയ്യാനാണ് ഞാൻ പേഴ്സണലി ഉദ്ദേശിക്കുന്നത്. ആൻഡ് ട്രെയിലർ കണ്ടപ്പോൾ അതിനുള്ള എല്ലാം ഉണ്ടെന്ന് തോന്നി. കുറേ കാലം ഈ ചങ്ങായനെ തിയേറ്ററിൽ കണ്ടിട്ട്, പ്രത്യേകിച്ച് ഒരു ഫുൾ ഫ്ലെഡ്ജഡ് മൂവിയിൽ കണ്ടിട്ട്. നമ്മളിപ്പോൾ അവസാനം ഇപ്പോൾ വിക്രത്തിലൊക്കെ കണ്ട പോലെയല്ല. സോ ഇനി അങ്ങോട്ടുള്ള സൂര്യയുടെ ലൈനപ്പ് നമുക്കറിയാം. അടിപൊളി പടങ്ങളാണ്. നല്ല ഡയറക്ടേഴ്സിനെ വെച്ചിട്ടാണ് മൂപ്പർ ചെയ്യാൻ വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അടുത്ത് ഇവരായിരിക്കുന്നത് മറ്റേ കാർത്തിക് സുബ്രാജ് പടമൊക്കെ ഭയങ്കരധികം എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന പടങ്ങളിലൊന്നാണ്. പക്ഷെ അതിന് തൊട്ട് മുമ്പായിട്ട് വരുന്ന ഈ ഒരു കങ്കു എന്ന ചിത്രം ശിവയാണ് എന്നത് മാത്രമാണ് എനിക്കൊരു കൺസേൺ. പക്ഷേ ആൾ മറ്റ് സിനിമകൾ പോലെയല്ല, കുറച്ച് മെനക്കെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ട്രെയിലർ ആണെന്ന് തന്നെ തോന്നുന്നുണ്ട്. ആൻഡ് സൂര്യ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒരു 1-2 വർഷങ്ങൾക്ക് ഇതിനു വേണ്ടി മാത്രം മാറ്റി വയ്ക്കുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാണ്ടിരിക്കില്ല എന്ന് തോന്നുന്നുണ്ട്. നമുക്ക് കണ്ടു തന്നെ അറിയാം. ഒരു സൂര്യ ഫാൻ എന്ന നിലയ്ക്ക്, ഒരു പഴയ സൂര്യ ഫാൻ എന്ന നിലയ്ക്ക് എനിക്ക് അർമാദിക്കാൻ പറ്റുന്ന എല്ലാം ഉണ്ടെന്ന് ഞാൻ തോന്നുന്നു. ഒരു ഫാൻ ഷോയ്ക്ക് പോയിട്ട് നമുക്ക് അലറി തൊണ്ട പൊട്ടിച്ച് വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള, എനിക്ക് ഇതിനു മുമ്പ് ആ ഒരു വിക്രത്തിൽ ആ ഒരു 3 മിനിറ്റ് സാധനത്തിൽ കിട്ടി. ഒരു സൂര്യ ഫാനിനെ സംബന്ധിച്ച് കിട്ടാവുന്ന എല്ലാം അതിലുണ്ടായിരുന്നു. ഇവരുടെ കയ്യിൽ നിന്ന് നല്ല പടങ്ങളൊന്നും വന്നില്ല. കരിയറിൽ ഇങ്ങനെ ഡ്രോപ്പ് ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു ആ ഒരു ചെറിയ 3 മിനിറ്റ്. ആ ഒരു 3 മിനിറ്റിൽ ആ മാജിക്ക് കാണുകയും പറ്റിയ ആൾക്ക് ഇതുപോലത്തുള്ള ഒരു 2 പാർട്ട് മൂവിയിലൊക്കെ ഒരുപാട് ഗംഭീര മാസ് എലിവേഷൻ സീനുകളൊക്കെ ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. സോ വിഷ്വലി അടിപൊളിയായതുപോലെ തന്നെ സിനിമയുടെ കഥയും ബാക്കി മേക്കിങ്ങും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അടിപൊളിയായിട്ടുണ്ടെങ്കിൽ ഒരു നല്ല സിനിമ ആവട്ടെ എന്ന് തന്നെ ഞാൻ പേഴ്സണലി പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഈ സിനിമ ഞാൻ ഈ പറഞ്ഞ പോലെ ബാക്കി പോർഷൻ കാണിക്കാത്തത് മാത്രമാണ് എൻ്റെ ഒരു കൺസേൺ. ഈവൻ പോസ്റ്റേഴ്സിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് 2 കൂടി ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു പടമാണെന്നുള്ളത്. അങ്ങനെ ആണെങ്കിൽ തന്നെ ട്രെയിലറിൽ ഒരു പോർഷൻ പോലും കാണിക്കാത്തത് വേറൊരു കൺസേൺ ആണെന്ന് പറയാം. ഇനി 2-3 ട്രെയിലറിൽ പക്ഷെ വരുന്നുണ്ടാവും. ചിലപ്പോൾ അതിലൊക്കെ ആയിരിക്കും കാണിക്കാൻ പോകുന്നുണ്ടാവുക. പക്ഷേ അത് കാണിക്കാതെ ഫുള്ളായിട്ട് ഒരു ഇത് കാണിച്ച് മാത്രമാണ് തിയേറ്ററിലേക്ക് ആളെ കയറ്റാൻ ശ്രമിക്കുന്നതെങ്കിൽ അതൊരു ശരിയില്ലാത്ത കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നും. കാരണം നമുക്കറിയാം ഇത് എന്താണ് ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇത് മാത്രം എക്സ്പെക്റ്റ് ചെയ്ത് പോയിട്ട് ഇങ്ങനത്തെ ഒരു പീരീഡ് ബേസ് പടമാണെന്ന് പറഞ്ഞ് നോക്കിയിട്ട് ഇതൊരു ഫസ്റ്റ് ഹാഫ് എന്നല്ല ആദ്യത്തെ 10-20 മിനിറ്റിൽ അല്ലെങ്കിൽ ഒറ്റ പാട്ട് സീനിൽ ഈ പരിപാടി മുഴുവൻ തീർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലൊന്നും ഇല്ല എന്നുള്ള ആ ഒരു മോഡിലേക്ക് എൻറ്റയർലി ആ ഒരു സിനിമയുടെ ടോൺ തന്നെ ഷിഫ്റ്റ് ആവും. സോ അങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ എന്ന് എനിക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് കണ്ടറിയാം, വേറൊന്നും പറയാനില്ല. സോ ആസ് എ സൂര്യ ഫാൻ എക്സൈറ്റഡ് ആണ്. പക്ഷേ അതിൻ്റേതായ കൺസേൺ ഉള്ളൊരു മൂവിയാണ് ഈ പറയുന്ന കങ്കു എന്ന ചിത്രം. ട്രെയിലർ കുഴപ്പമില്ല, എനിക്ക് വലിയൊരു മാരക സംഭവമായിട്ടൊന്നും തോന്നിയില്ല. ഒരു ഹൈ മൊമെൻ്റൊന്നും എനിക്ക് കിട്ടിയില്ല. ഒരു സാധാരണ ട്രെയിലറൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു വൗ ഫാക്ടറൊന്നും എവിടെ ഇല്ല. കാരണം ഇതിന് മുമ്പുണ്ടായിരുന്ന ഗ്ലിംസുകളിലും ബാക്കി ഓൾറെഡി ആ ഒരു ഫയർ സോങ്ങും അങ്ങനത്തെ ബാക്കി സാധനങ്ങൾക്ക് കണ്ട സാധനങ്ങൾ തന്നെയാണ് പിന്നെയും ഇങ്ങനെ വരുന്നത്. സോ എന്താണ് അവിടെ ഇവർ ചെയ്യാൻ പോകുന്നുള്ളത് സിനിമ കണ്ട് തന്നെ അറിയണം. സോ ഒരു ഓക്കെ മോഡലുള്ള ട്രെയിലറാണ് എനിക്ക്. പക്ഷേ വിഷ്വലി നല്ല അപ്പീലിംഗ് ആയിട്ടും നല്ല ഗംഭീരമായിട്ടും മേക്ക് ചെയ്തിരുന്നു തോന്നുന്നുണ്ട്. സോ എന്താണ് ഈ ഒരു ട്രെയിലറിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.